എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിംഗ് റീസണിംഗ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. RRB PO എക്സാമിന് ചോദിക്കുന്ന പസിൽസ് എന്ന് കേട്ടപ്പോൾ ഓടി വന്നതല്ലേ എല്ലാവരും? യെസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വരാൻ പോകുന്ന നമ്മുടെ RRB PO ആൻഡ് ക്ലർക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന പസിൽസിന്റെ ക്ലാസ് ആണ് നമുക്ക്, അല്ലെ? എല്ലാ ടൈപ്പും, അത് PO ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും. PO ആണെങ്കിൽ 2 വേരിയബിൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ക്ലർക്ക് ആണെങ്കിൽ 1 വേരിയബിൾ ക്വസ്റ്റ്യൻ ചോദിക്കും. യെസ്, നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, എങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ അച്ചീവേഴ്സ് ബാച്ച് തുടങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. യെസ്, നമ്മുടെ അച്ചീവേഴ്സ് ബാച്ച് മെയ് 29 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വരാൻ പോകുന്ന 2024 എല്ലാ എക്സാംസും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ കവർ ചെയ്യും? നമ്മൾ പ്രിലിംസ് കവർ ചെയ്യും, മെയിൻസ് കവർ ചെയ്യും, ഗ്രൂപ്പ് ഡിസ്കഷൻസ് കവർ ചെയ്യും, അതേപോലെ ഇന്റർവ്യൂവിനും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ ബാച്ചിൽ നിന്ന്. നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സാ പഠിക്കാനുള്ളത്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ്. മെയിൻസിന് നമുക്ക് കമ്പ്യൂട്ടർ കൂടെ ഇല്ലേ? യെസ്, അതും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ അതിന്റെ ഒന്നും ടെൻഷൻസ് നിങ്ങൾക്ക് വേണ്ട. പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാത്തിനും ഉള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് ടോട്ടൽ 700+ hours ഓഫ് ലൈവ് ക്ലാസ്സസ് ആണ്. അതിന്റെ തന്നെ റെക്കോർഡഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. മെയ് 29 ക്ലാസ് സ്റ്റാർട്ടായി. അപ്പോൾ ആ ക്ലാസ്സസ് ഒക്കെ എങ്ങനെ കാണും എന്നുള്ള ടെൻഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഓൾറെഡി അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് സൈലം ലേണിംഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ബാങ്കിങ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ എഡ്യൂക്കേറ്റേഴ്സിന്റെയും ഫ്രീ ക്ലാസ്സസും കാണാൻ പറ്റും. അത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യുക. എത്രയും വേഗം നമ്മുടെ കഴിഞ്ഞുപോയ ക്ലാസ്സസ്, വളരെ കുറച്ച് ക്ലാസ്സസ് അല്ലേ ഇപ്പോൾ ആയിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ അത് വേഗത്തിൽ കണ്ടു തീർക്കുക. എന്നിട്ട് ലൈവിൽ ജോയിൻ ചെയ്യാനായിട്ട് റെഡി ആയിക്കോളാം. ഓക്കെ, എങ്കിലും നമുക്ക് സമയം കളയണ്ട. നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ എക്സാമിന്റെ പസിൽസിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തേത് ഓർഡർ ആൻഡ് റാങ്കിംഗ് ബേസ്ഡ് പസിലാണ്. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പാണ് ഓർഡർ ആൻഡ് റാങ്കിംഗ് പസിൽ. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കൂട്ടത്തിൽ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ഓരോ ടൈപ്പും നന്നായിട്ട് പറയുന്നത് മനസ്സിലാക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ റിപ്പീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതൊരു ഓർഡർ ആൻഡ് റാങ്കിംഗ് പസിലാണ്. എന്താ ഓർഡർ ആൻഡ് റാങ്കിംഗ് പസിൽ? നമുക്കിപ്പോ മേ ബി ഹൈറ്റിനെ ബേസ് ചെയ്തോ, വെയിറ്റിനെ ബേസ് ചെയ്തോ, മാർക്കിനെ ബേസ് ചെയ്തോ കുറേ അധികം കണ്ടീഷൻസ് തരും. ആക്ച്വലി പസിൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ നമ്മളെ കൺഫ്യൂസ് ആക്കുക എന്നാ. ടു കൺഫ്യൂസ് എന്നാണ് പസിൽസിന്റെ മീനിങ് തന്നെ, അല്ലെ? നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ ഇവരുടെ ഓർഡറിന്റെ അറേഞ്ച്മെന്റ് നമുക്ക് തരും. അത് വായിച്ചിട്ട് നമ്മൾ അവരുടെ കറക്റ്റ് ഓർഡർ എന്താന്നുള്ളത് കണ്ടെത്തണം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, അന്നേരം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മനസ്സിലാകും. 6 students have gained different marks on sectional test. C has more marks than B. നമ്മൾ കണ്ടീഷൻസ് വായിച്ചുകൊണ്ടിരുന്ന സമയം കളയരുത്. ഓരോ സെന്റൻസ് വായിക്കുക, പറയുന്ന കണ്ടീഷൻസ് സിമ്പിൾസ് യൂസ് ചെയ്ത് നോട്ട് ചെയ്യുക. സിക്ക് ആരെക്കാട്ടിലും മാർക്ക് കൂടുതലാ? ബിയെക്കാട്ടിലും മാർക്ക് കൂടുതലാണ്. നോക്കിക്കേ, C has more marks than B. അടുത്ത എന്താ പറഞ്ഞേക്കുന്നേ? D has more marks than E and G. ഡിക്ക് ആരെക്കാട്ടിലും മാർക്ക് കൂടുതലാണ്? ഇയെക്കാട്ടിലും ജിയെക്കാട്ടിലും മാർക്ക് കൂടുതലാണ്. ഇയെ ജിയെക്കാട്ടിലും പൊസിഷനിൽ മുകളിലായിരിക്കും ആര്? ഡി. ബാക്കി എന്താ പറഞ്ഞേക്കുന്നേ? ബി ഡസ് നോട്ട് ഹാവ് ദി മിനിമം മാർക്സ്. ബിക്കല്ല ഏറ്റവും കുറവ് മാർക്ക്. ഈ ഒരൊറ്റ കണ്ടീഷൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? സ്ട്രക്ചർ അങ്ങ് വരയ്ക്കുകയാണ്. നമുക്ക് പല രീതിയിൽ ചെയ്യാം ക്വസ്റ്റ്യൻസ്, പക്ഷേ ഓർഡർ ആൻഡ് റാങ്കിങ് ക്വസ്റ്റ്യൻസ് സ്ട്രക്ചർ വരച്ച് ചെയ്യുന്നതാണ് എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഉള്ള ഗുണം, കണ്ടീഷൻസ് നോട്ട് ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. ഇപ്പൊ ഇവിടെ തന്നെ ഏറ്റവും താഴത്തെ പൊസിഷനിലുള്ള ആൾക്കാണ് ഞാൻ ലോവസ്റ്റ് പൊസിഷൻ കൊടുക്കുക. അപ്പൊ ഞാൻ അതിനനുസരിച്ച് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കണ്ടീഷൻസ് നോട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം മാർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷനാണ്. ദാറ്റ് മീൻസ് 6th പൊസിഷനിൽ വരുന്ന ആൾക്കാണ് കൂടുതൽ മാർക്ക്, 1st പൊസിഷനിൽ വരുന്ന ആൾക്കാണ് കുറവ് മാർക്ക്. ഇത് നമ്മൾ ആരാണോ ചെയ്യുന്നത് ആ ആൾക്ക് മനസ്സിലായാൽ മതി, അല്ലെ? നമുക്ക് സബ് ക്വസ്റ്റ്യൻസിനാണ് എന്ത് ചെയ്യേണ്ടത്? ആൻസർ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? ബി ഹാസ് ഫ്യൂ, അല്ല, ബി ഡസ് നോട്ട് ഹാവ് ദി മിനിമം മാർക്സ്. ബിക്ക് അല്ല മിനിമം മാർക്ക്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഈ സ്ട്രക്ചറിൽ എനിക്ക് മാർക്ക് ചെയ്യാം. ബിക്ക് അല്ല ഏറ്റവും കുറവ് മാർക്ക്. മെജോറിറ്റി കാര്യങ്ങൾ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ സ്ട്രക്ചറിൽ തന്നെ കൊടുക്കുക. അങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്കും നമുക്കത് ഒന്നും കൂടെ മനസ്സിലാകും. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നേ? ബി ഹാസ്
ഫ്യൂവർ മാർക്സ് ദാൻ എ. ബിക്ക് എയെ കാട്ടില് മാർക്ക് കുറവാണ്. ബി ഹാസ് ഫ്യൂവർ മാർക്സ് ദാൻ എ. അടുത്ത കണ്ടീഷൻ. അടുത്തതോ സി ഹാസ് ഫ്യൂവർ മാർക്സ് ദാൻ എ. എയെ കാട്ടില് തന്നെ മാർക്ക് കുറവാണ് ആർക്ക്? സിക്ക്. ഞാൻ വേറൊരു കണ്ടീഷൻ എഴുതിയില്ല, അതിൽ തന്നെ മെർജ് ചെയ്ത് എഴുതുമായിരുന്നു. ശ്രദ്ധിച്ചേ, അതിൽ തന്നെയാണ് ആക്ച്വലി ഞാൻ മെർജ് ചെയ്ത് എഴുതിയേക്കുന്നത്. എക്ക് താഴത്തെ പൊസിഷനിൽ ആര് വരത്തുള്ളൂ? ബിയും സിയും വരത്തുള്ളൂ. ഓക്കെ, ഓൾറെഡി നമ്മൾ സ്ട്രക്ചർ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ബി ഓൾറെഡി ഇവിടെ വരത്തില്ല. ഇനി എന്താ ബാക്കി കണ്ടീഷൻ പറഞ്ഞേക്കുന്നേ? ഡി ഒബ്റ്റെയിൻഡ് മോർ മാർക്സ് ദാൻ ബി. ഡിക്ക് എന്താ പറഞ്ഞേക്കുന്നേ? ഡി ഒബ്റ്റെയിൻഡ് മോർ മാർക്സ് ദാൻ ബി. തീർന്നിട്ടില്ല. ബട്ട് ഫ്യൂവർ മാർക്സ് ദാൻ സി. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരരുത്, ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഈ ബട്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെ പറ്റിയിട്ടാണ്? ശ്രദ്ധിക്കുക, ഈ ഒരു സെന്റൻസിനകത്തിൽ ഡിയുടെ കാര്യമാണ് ആദ്യം പറയുന്നത് അല്ലെ. ഡി ഒബ്റ്റെയിൻഡ് മോർ മാർക്സ് ദാൻ ബി. ഡിക്ക് ബിയെ കാട്ടിലും മാർക്ക് കൂടുതലാണ്. ഇവിടെ ബട്ട് ഫ്യൂവർ മാർക്സ് ദാൻ സി. അവിടെ ബട്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡിയെ തന്നെയാണ്, അത് ശ്രദ്ധിച്ചോണം. അപ്പൊ ഡിക്ക് എന്താണ്? സിയെ കാട്ടിലും മാർക്ക് കുറവാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്താ ഇവിടെ ഒന്ന് നോക്കിക്കേ. ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ട ഇവിടെ ഇത്രയും എഴുതിയപ്പോ തന്നെ ഈ കണ്ടീഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെർജ് ചെയ്യാം. ഓൾറെഡി നോക്കിക്കേ, സിക്ക് താഴെ ഇവിടെ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ നോട്ട് ചെയ്തപ്പം എക്ക് താഴത്തെ പൊസിഷനിൽ ബിയും സിയും വരും എന്ന് മനസ്സിലായി. പക്ഷെ ബിക്ക് മുകളിലാണോ സി, ബിക്ക് താഴെയാണോ സി എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലായി ബിക്ക് മുകളിലാണ് ഡി, ഡിക്ക് മുകളിലാണ് സി, സിക്ക് മുകളിലാണ് ആര്? എ. ഇപ്പൊ തന്നെ ബിയുടെ മുകളിലേക്ക് എത്ര പേഴ്സൺസ് ആയി കഴിഞ്ഞു? 3 പേഴ്സൺസ് ആയി കഴിഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഓൾസോ ബി എവിടെ വരില്ല? ലോവസ്റ്റ് പൊസിഷനിൽ വരില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ എക്സാമിന് കണ്ടീഷൻസ് എഴുതുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മളുടെ മൈൻഡിലേക്ക് പോകണം. ഇപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതൊന്നും ഞങ്ങൾക്ക് പെട്ടെന്ന് കത്തുന്നില്ലല്ലോ, അത് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കാം. എന്നിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അവിടെ ഇരുന്ന് തന്നെ കണ്ടീഷൻസ് മെർജ് ചെയ്യാൻ പറ്റും. ബാക്കി എന്താ പറഞ്ഞേക്കുന്നേ? ജി ഒബ്റ്റെയിൻഡ് 18 മാർക്സ് ആൻഡ് ആർ ദി സെക്കൻഡ് ലോവസ്റ്റ്. ഇവിടെ ഓൾറെഡി ആരുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്? ജിക്ക് 18 മാർക്കാണ്, ആള് സെക്കൻഡ് ലോവസ്റ്റ് ആണ്. നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് സെക്കൻഡ് ലോവസ്റ്റ് വരുമ്പോൾ ജിയുടെ പൊസിഷൻ ഇതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഓൾറെഡി ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ സോൾവ് ആയി. ഈ ഒരൊറ്റ കണ്ടീഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ സോൾവ് ആയി. കാര്യം എന്താ? ജിക്ക് മുകളിലോട്ട് ആകെ ടോട്ടൽ എത്ര പൊസിഷനേ ഉള്ളൂ? 1 2 3 4. ഓക്കെ, 4 പൊസിഷനേ ഉള്ളൂ. ബി ഇവിടെ വരത്തില്ല. ബിക്ക് മുകളിൽ തന്നെ ഇപ്പൊ എത്ര പൊസിഷൻ ആയി കഴിഞ്ഞു? 3. അതിൽ നിന്ന് തന്നെ 100% മനസ്സിലായി. ബി ഇവിടെ, ബിക്ക് മുകളിൽ ഡി ഇവിടെ, ഡിക്ക് മുകളിൽ സി ഇവിടെ, സിക്ക് മുകളിൽ എ ഇവിടെ. മിച്ചം വന്ന ആരതേണ്ട? ഡിക്ക് താഴെ വരണമായിരുന്നു ഇയും ജിയും. അതും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് ആ കണ്ടീഷൻസ് എഴുതുന്നത് മെർജ് ചെയ്യാൻ നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ ഇത്ര വേഗത്തിൽ 1 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇതിപ്പോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടീഷൻസ് മെർജ് ചെയ്ത് ചെയ്യാൻ നമുക്ക് 1 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഇതൊരു 1 വേരിയബിൾ ക്വസ്റ്റ്യനാണ്, ഒരു ക്ലർക്ക് ലെവൽ ക്വസ്റ്റ്യനാണ്. നമ്മുടെ RRB ക്ലർക്കിന് അല്ലെങ്കിൽ IBPS ക്ലർക്കിനൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ടൈപ്പാണ് ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ. ഒരു കണ്ടീഷനൂടെ പറഞ്ഞിട്ടുണ്ട്, ദി സെക്കൻഡ് ഹയസ്റ്റ് മാർക്ക് ആർ 38. ഇവിടെ സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഏതാ? 5th പൊസിഷനിൽ വരുന്ന സിയുടെ മാർക്കാണ് 38 എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ പസിലിനെ ബേസ് ചെയ്തിട്ടും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിന്റെ കാര്യമാണ് അവർ ഈ പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താണ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കാം. Who among the following person obtained 4th lowest mark? നമുക്ക് വേണ്ടത് 4th lowest പൊസിഷനിലുള്ള ആൾ ആരാണ് നോക്കാം. നമുക്ക് ഇവിടെ ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ താഴത്തെ പൊസിഷൻ ആണ്. സോ ഫസ്റ്റ് ലോവസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് 4th ലോവസ്റ്റ്. ദാറ്റ് മീൻസ് ആരാണ് ഇവിടുത്തെ 4th ലോവസ്റ്റ്? ആരാണ്? ഡി ആണ്. സോ ഡി വരുന്നത് അഗൈൻ ഓപ്ഷൻ ഡി തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഇതേപോലെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഏത് സബ് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സബ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ആൻസർ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പസിൽ ചെയ്താൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു സബ് ക്വസ്റ്റ്യൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസും സബ് ക്വസ്റ്റ്യൻസും കൂടെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഒരു മന്ത് ബേസ്ഡ് പസിൽ ആണ്. എന്താണ് ഈ മന്ത് ബേസ്ഡ് പസിൽ? മന്ത് ഓർ ഡേ ഓർ സ്കെഡ്യൂളിംഗ് പസിൽസ് എന്നൊക്കെ നമ്മൾ പറയും. ഇന്ന മാസം ഇന്ന ആൾക്കാർക്ക് എക്സാം ഉണ്ട്, അല്ലെ ഇന്ന മാസം ഇന്ന തീയതിയിലാണ് ഇത്രയും പേഴ്സൺസ് ജനിച്ചത്, ഏതൊക്കെ ഡേയിൽ ഏതൊക്കെ പേഴ്സൺസ് ജനിച്ചു, അല്ലെങ്കിൽ ഏതൊക്കെ മാസത്തിൽ ഏതൊക്കെ ഡേറ്റിൽ ആർക്കൊക്കെയാണ് എക്സാം എന്നൊക്കെയുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസ് അവർ തരും. നമ്മളത് കണ്ടെത്തണം. ഓക്കെ, അതിന്റെ ബേസിക്സ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം. നോക്കാം എന്താ പറഞ്ഞേക്കുന്നത്. 6 persons are going to supermarket in different months, March, May and June on different dates of 1st and 9th. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 6 പേഴ്സൺസ് ഉണ്ട്, 3 മാസം തന്നിട്ടുണ്ട്, 2 തീയതി തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി ഈ 3 മാസത്തിൽ ഏതൊക്കെ തീയതികളിൽ ഏതൊക്കെ പേഴ്സൺസ് ആണ് പോയത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അത് മനസ്സിലായോ? 6 പേഴ്സൺസ് ഉണ്ട്, അവരുടെ ആൽഫബറ്റ്സ് ആണ് A to F കൊടുത്തേക്കുന്നത്. 3 മാസം മാർച്ച്, മെയ്, ജൂൺ. ആൻഡ് ഓൾസോ അവർ എന്തും തന്നിട്ടുണ്ട്, ഡേറ്റും തന്നിട്ടുണ്ട്. ഒരു മന്ത് ബേസ്ഡ് പസിൽ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? സ്ട്രക്ചർ വരയ്ക്കണം. സ്ട്രക്ചർ നമുക്ക് പല രീതിയിൽ വരയ്ക്കാം. വെർട്ടിക്കൽ സ്ട്രക്ചർ അറേഞ്ച്മെന്റ് ആണ് ഇച്ചിരും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് ഞാൻ അത് തന്നെ ഇവിടെ ഫോളോ ചെയ്യാണ്. ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര മന്ത്സാ ഉള്ളത്? ടോട്ടൽ നമുക്കിവിടെ 3 മന്ത്സ് ആണുള്ളത്, അല്ലെ? ഏതൊക്കെയാ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന മന്ത്സ് എന്ന് പറയുന്നത്? ഓരോ മന്ത്സും അവിടെ എത്ര ഡേറ്റ്സ് വീതം ഉണ്ട്? 2 ഡേറ്റ്സ് വീതം. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാ ഇവിടെ ഏതൊക്കെയാ മാസം പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ മാർച്ച്, ദെൻ മെയ് ആൻഡ് ദെൻ ജൂൺ. മാസം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ എത്ര ഡേയ്സ് ഉണ്ട് എന്ന് മാർക്ക് ചെയ്തിരിക്കണം. നമ്മൾ സാധാരണ ഓരോ മാസത്തിൽ എത്ര ദിവസം ഉണ്ട്, അതായത് നമുക്ക് 30 ദിവസമുള്ള മാസമുണ്ട്, 31 ദിവസമുള്ള മാസമുണ്ട്, 28 ദിവസമുള്ള മാസമുണ്ട്, 29 ദിവസമുള്ള മാസമുണ്ട്, അല്ലെ? എല്ലാം കൂടെ കേട്ട് ടെൻഷൻ ഒന്നും ആകണ്ട. നമുക്ക് ലീപ്പ് ഇയർ പറയും, അല്ലെ? 4 വർഷം കൂടിയിരിക്കുമ്പോൾ, അതായത് നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസവും എക്സ്ട്രാ ഒരു 6 മണിക്കൂറുണ്ട്. അത് നമ്മൾ ഓരോ വർഷവും 6 മണിക്കൂർ കൂട്ടി 4 വർഷം ആകുമ്പോൾ എക്സ്ട്രാ ഒരു ഡേ ആയിട്ട് കണക്കാക്കും. അതാണ് ഫെബ്രുവരി 29. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ലീപ്പ് ഇയർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫെബ്രുവരിയിൽ എത്ര കണക്കാക്കണം? 29 ഡേയ്സ് ആയിരിക്കണം കണക്കാക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി സാധാരണഗതിയിൽ 30 ആണോ 31 ആണോ എന്ന് നമ്മൾ എങ്ങനെയാ അറിയാ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇങ്ങനെ കയ്യിൽ എണ്ണുന്ന ഒരു ശീലം നമുക്കുണ്ടല്ലേ? ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന ഇതിന് മാത്രം ഉത്തരം കിട്ടും, ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ആയിരിക്കരുത്. ഓരോ മാസത്തിലും എത്ര ഡേയ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതിലെ ഏറ്റവും എളുപ്പം 30 ദിവസമുള്ള മാസം ഓർത്തിരിക്കാനാ. അത് കുറവാണ്. 30 ദിവസമുള്ള മാസം ഏതൊക്കെയുണ്ട്? ഏപ്രിൽ 30 ആണ്, അല്ലെ? ജൂൺ 30 ആണ്, ജൂലൈയും ഓഗസ്റ്റും 31 ആണ്, പിന്നെ സെപ്റ്റംബറും നവംബറും. ഈ 4 മാസം മാത്രമേ നമുക്ക് എവിടെയുള്ളൂ? 30 ഡേയ്സ് ഉള്ള മന്ത്സ് ഉള്ളൂ. ബാക്കിയെല്ലാം 31 ആണ്. ഫെബ്രുവരി കോമൺ ഇയർ ആണ് എന്നുണ്ടെങ്കിൽ 28ഉം, പിന്നെ എന്താ നമുക്ക് ലീപ്പ് ഇയർ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 29 ഡേയ്സും ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇവിടുത്തെ കേസിൽ നമുക്ക് പറയാം മാർച്ച് 31 ഡേയ്സ്, മെയ് 31 ഡേയ്സ്, സോ ജൂൺ 30 ഡേയ്സ്. ഓരോ മാസത്തിലെയും നമ്പർ ഓഫ് ഡേയ്സ് കാണാതെ അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ ഇവിടെ ഏതൊക്കെയാ നമുക്ക് ഡേറ്റ്സ് പറഞ്ഞേക്കുന്നത്? എല്ലാ മാസവും 1ഉം 9ഉം. ക്ലിയർ അല്ലേ? ഓക്കെ, സ്ട്രക്ചർ നമുക്ക് പല രീതിയിൽ വരയ്ക്കാം. പക്ഷെ നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുന്നത് മീൻസ് ഈ ഹൊറിസോണ്ടൽ ആയിട്ട് ചെയ്യുന്നതും ഉണ്ട്. അങ്ങനെ ചെയ്ത് ശീലിച്ചവരുണ്ടെങ്കിൽ ആ മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്തോളുക. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ നമ്മൾ ഈ ഹൊറിസോണ്ടലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് സിക്സാഗ് ആയിട്ട് നോക്കേണ്ടി വരും. ഇപ്പം മന്ത്സ് ദേ ഇവിടെ ഇങ്ങനെയും ഡേറ്റ്സ് ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ സിക്സാഗ് ആയി നോക്കേണ്ടി വരും. അത് ഇച്ചിരി കൂടെ ടൈം നഷ്ടമാണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് പറയുന്നത്. കണ്ടീഷൻസിലേക്ക് പോകാം. എന്താ പറഞ്ഞേക്കുന്നത്? ബാക്കി കണ്ടീഷൻസ്: all purchases different fruits. അപ്പൊ ഇതെന്താണ്? അറേഞ്ച്മെന്റ് മാത്രമല്ല, അല്ലെങ്കിൽ ഏതൊക്കെ ഡേറ്റ്സിലെ പേഴ്സൺസിന്റെ മാത്രമല്ല, അവര് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വാങ്ങിയിട്ടുണ്ട് ആക്ച്വലി. അപ്പൊ ഇതെന്താ? 2 വേരിയബിൾ പസിലാണ്. അതായത് നമ്മൾ ഏതൊക്കെ പേഴ്സൺസ് ഉണ്ടെന്നും കണ്ടെത്തണം, അവർ ഏതൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിച്ചെന്നും കണ്ടെത്തണം. ഇതൊരു PO ലെവൽ ക്വസ്റ്റ്യനാണ്. ആദ്യം നമ്മൾ ചെയ്തത് 1 വേരിയബിളാ. ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? 2 വേരിയബിൾ ആണ്. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. 1 വേരിയബിളും 2 വേരിയബിളും ഒക്കെ എളുപ്പമാണ്. 1 വേരിയബിൾ ആകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. 2 വേരിയബിൾ ആകുമ്പോൾ കണ്ടീഷൻസോടെ മിക്സ് ചെയ്തിട്ടാണ് തരുന്നത് എന്ന് മാത്രം. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി ബാക്കി എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ ദി സെയിം ഓർഡർ. ഓക്കെ, ബാക്കി കണ്ടീഷൻസ്:
Number of persons goes before B is the same of the number of persons goes after the one who purchases apple. എന്താ പറഞ്ഞേക്കുന്നത്? ബിക്ക് മുന്നേ എത്ര പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അത്രയും ആൾക്കാര് ആപ്പിൾ മേടിച്ച ആളാരോ ആ ആൾക്ക് താഴെയുണ്ട്. ഞാൻ കണ്ടീഷൻസ് നോട്ട് ചെയ്ത രീതി ശ്രദ്ധിച്ചോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ദി നമ്പർ ഓഫ് പേഴ്സൺ ഗോസ് ബിഫോർ ബി ഈസ് സെയിം ആസ് ദി നമ്പർ ഓഫ് പേഴ്സൺ ഗോസ് ബിഫോർ ബി. കണ്ടീഷൻ നോട്ട് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് പസിൽസിന്റെ ക്ലാസ് കാണുന്നവരോടാണ് ഞാൻ ഈ എടുത്ത് പറയുന്നത്. ബിക്ക് മുന്നേ എത്ര പേഴ്സൺസ് പോയിട്ടുണ്ടോ ആ സെയിം നമ്പർ ഓഫ് പേഴ്സൺസ് ഗോസ് ആഫ്റ്റർ ദി വൺ ഹു പർച്ചേസസ് ആപ്പിൾ. പേഴ്സണിനെ പറ്റിയിട്ടല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന ഐറ്റത്തിനെ പറ്റിയിട്ടാണ് കണ്ടീഷൻ മിക്സ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. 2 വേരിയബിൾ ആകുമ്പോൾ ഏത് പാരാമീറ്ററിനെ പറ്റിയിട്ടാണോ അവർ പറയുന്നത് അത് കുറച്ചും കൂടെ എന്ത് ചെയ്ത് തരും? മിക്സ് ചെയ്ത് കണ്ടീഷൻസ് തരും. ആക്ച്വലി ഈ കണ്ടീഷന്റെ മീനിങ് എന്താണെന്നറിയോ? ബിയും ആപ്പിൾ വാങ്ങിച്ച ആരാന്ന് നമുക്കറിയില്ല, ആ ആളും പെയേഴ്സ് ആണ് എന്ന് പറയാം. എന്തുവാ ഈ പെയേഴ്സ്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ബി ഇവിടെയാന്ന് വെച്ചോ, അപ്പൊ ആപ്പിൾ ഉറപ്പായിട്ടും ദേ ഇവിടെ വരണം. അത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ ബി ഇവിടെയാണെങ്കിൽ ഉറപ്പായിട്ടും ആപ്പിൾ ഇവിടെ വരണം. കാര്യം എന്താന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന മുകളിൽ ആരും ഇല്ല, ബി ഏറ്റവും ടോപ്പ് പൊസിഷനാ. അപ്പൊ ആരും ഇല്ലെങ്കിൽ ആപ്പിൾ വാങ്ങിച്ച ആൾക്ക് താഴെയും ആരും കാണാൻ പാടില്ല. അപ്പൊ ഒരു കാര്യം എനിക്ക് പറയാം, ദേ ഇവരും പേയേഴ്സ് ആണ്, ഇവരും പേയേഴ്സാ, അതേപോലെ ദേ ഇവരും പേയേഴ്സ് ആണ്. ഒരാളുടെ പൊസിഷൻ കിട്ടിയാൽ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യും? മറ്റേ ആളുടെ പൊസിഷൻ കിട്ടും. അതാണ് ഈ കണ്ടീഷന്റെ മീനിങ്. ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താന്ന് നോക്കാം. അടുത്തത്, ദി വൺ ഹു പർച്ചേസസ് ഡേറ്റ്സ് ഗോസ് 2 months ആഫ്റ്റർ എ ഓൺ ദി സെയിം ഡേറ്റ്. എക്ക് ശേഷം ശ്രദ്ധിക്കണേ, എക്ക് ശേഷമുള്ള രണ്ടാമത്തെ പേഴ്സൺ ആണ് ഡേറ്റ്സ് വാങ്ങിച്ച ആള്. കണ്ടീഷൻ ശ്രദ്ധിച്ചോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ദി വൺ ഹു പർച്ചേസസ് ഡേറ്റ്സ്, ആരാണോ ഡേറ്റ് പർച്ചേസ് ചെയ്തത്, ഗോസ് 2 months ആഫ്റ്റർ എ. നമ്മൾ വിചാരിക്കരുത് എയ്ക്കും ഡേറ്റ്സിനും ഇടയിൽ 2 പേഴ്സൺ എന്നല്ല പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ദി വൺ ഹു പർച്ചേസസ് ഡേറ്റ്സ് ഗോസ് 2 months ആഫ്റ്റർ എ. എക്ക് ശേഷമുള്ള രണ്ടാമത്തെ മാസം എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്ക് ശേഷമുള്ള ഒന്നാമത്തെ മാസം ആരാന്ന് അറിയില്ല, സോ ഞാൻ അവിടെ ഹൈഫൻ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തേത് 2 months ആഫ്റ്റർ. ദാറ്റ് മീൻസ് എക്ക് ശേഷമുള്ള രണ്ടാമത്തെ ആളാണ് എന്ത് വാങ്ങിച്ചത്? ഡേറ്റ്സ് വാങ്ങിച്ചത്. അല്ലാതെ എക്കും ഡേറ്റ്സിനും ഇടയിൽ 2 പേഴ്സൺ ഉണ്ട് എന്നല്ല, ശ്രദ്ധിച്ചോണം. ഓക്കെ, ബാക്കി എന്താ പറഞ്ഞേക്കുന്നത്? ഡി പർച്ചേസസ് ആപ്പിൾ ബട്ട് ഗോസ് ബിഫോർ എഫ്. നമ്മൾ എഴുതിയ കണ്ടീഷൻസ് നമുക്ക് ഓർമ്മയുണ്ടാകണം. ഓൾറെഡി നമ്മളിതേ ഇവിടെ ആപ്പിളിനെ പറ്റിയിട്ട് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഡി പർച്ചേസസ് ആപ്പിൾ ആണെങ്കിൽ ഇവിടെ പേയേഴ്സ് ആകുന്നത് ആരൊക്കെയാണ്? ബിയും ഡിയും ആണ് പേയേഴ്സ് ആകുന്നത്. ക്ലിയർ ആയോ? നമ്മൾ എഴുതുന്ന കണ്ടീഷൻസ് നമുക്കൊരു ഓർമ്മയുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ബാക്കി എന്താ പറഞ്ഞേക്കുന്നത്? ഡി ഗോസ് ബട്ട് ഗോസ് ബിഫോർ എഫ്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബട്ട് ബിഫോർ എഫ് എന്ന് പറഞ്ഞാൽ എഫിന് മുന്നെയാണ് ആര്? ഡി. എഫിന് മുന്നെയാണ് ഡി. ഓക്കെ, ഡിക്ക് കഴിഞ്ഞാണ് ആര് പോയിട്ടുള്ളത്? എഫ് പോയിട്ടുള്ളത്. ഈ പറയുന്ന ഓരോ കണ്ടീഷൻസ് മനസ്സിലായാൽ തന്നെ, അത് മെർജ് ചെയ്താൽ തന്നെ വേഗത്തിൽ നിങ്ങൾക്ക് 2 മിനിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 2 വേരിയബിൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ബാക്കി എന്താ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ഡി ഗോസ് ഇൻ ഈവൻ നമ്പർ ഡേയ്സ് മന്ത്. ദാറ്റ് ഈസ് ദി കീ കണ്ടീഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞേക്കുന്നത്? ഡി എവിടെയാ പോയേക്കുന്നത്? ഡി ഗോസ് ഇൻ എ ഈവൻ നമ്പർ ഡേയ്സ് മന്ത്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്പർ ഓഫ് ഡേയ്സ് ഓർത്തിരിക്കണമെന്ന്. ഈവൻ നമ്പർ ഓഫ് ഡേയ്സ് ഉള്ള മാസത്തിലാണ് ആര് പോയേക്കുന്നത്? ഡി പോയേക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഈവൻ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ജൂൺ മാത്രമാണ്, വേറെ ഇല്ല. മാർച്ചിൽ 31 ഡേയ്സ്, മെയ്യിലും 31 ഡേയ്സ്. അപ്പോൾ ഇവിടെ ഈവൻ നമ്പർ ഓഫ് ഡേയ്സ് ഉള്ളത് എവിടെയാ? 30. അവിടെ 2 പൊസിഷൻ എവിടെയാണ്? ഒന്നെങ്കിൽ 1-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഡി വരുമോ? ഇവിടെ ഡി വന്നാൽ ഡിക്ക് താഴെ എഫ് കൊടുക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. ഇതാണ് കണ്ടീഷൻസ് എഴുതുന്നത്. മെർജ് ചെയ്യുക. കണ്ടീഷൻസ് എഴുതുമ്പോൾ തന്നെ നമുക്ക് ഇത് കത്തണം. അവിടുന്ന് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ആവുകയാണ്. ഇതാണ് ഈ പസിലിന്റെ കീ കണ്ടീഷൻ. ഡി ഈവൻ നമ്പർ ഓഫ് ഡേയ്സ് ഉള്ള മന്തിലാണ്.
അതോ ആകെ 2 പോസിബിലിറ്റി? പക്ഷെ ഇവിടെ പോസിബിലിറ്റിയുടെ ആവശ്യമേ ഇല്ല. കാരണം ഇവിടെ ഞാൻ ഡി എടുത്തെങ്കിൽ അതിന് താഴെ എനിക്ക് എഫ് കൊടുക്കാൻ പറ്റില്ല. സോ 100% എനിക്ക് ഉറപ്പായി എന്താണ്? ഡി എവിടെ വരത്തുള്ളൂ? ഡി ഇവിടെ, എഫ് ഇവിടെ. ഡി എന്താണ്? ആപ്പിൾ ഇവിടെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ആപ്പിൾ ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ ബി എന്താണ്? ആപ്പിളിന്റെ പേരാണ്. അപ്പൊ ആപ്പിൾ ഇവിടെ വന്നെങ്കിൽ ഉറപ്പായിട്ടും ബി ദേ ഇവിടെ വരത്തുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ? ബി എവിടെ വരത്തുള്ളൂ? ദേ ഇവിടെ വരത്തുള്ളൂ. ശ്രദ്ധിക്കുക, ഇവർ രണ്ടുപേരും പെയേഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ആപ്പിളിന് മുകളിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ, അല്ല സോറി, ബിക്ക് മുകളിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ ആപ്പിളിന് താഴെയും ഇവിടെ ഒരു പേഴ്സൺ. ആ ഒരൊറ്റ കണ്ടീഷനിൽ ഇത്രയും ആൾക്കാരുടെ പൊസിഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? അറേഞ്ച് ചെയ്യാൻ പറ്റി. ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കി എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. എ ഡസ് നോട്ട് ലൈക്ക് ഗ്രേപ്സ്. എക്ക് എന്ത് ഇഷ്ടമല്ല? എക്ക് എന്ത് ഇഷ്ടമല്ല? ഗ്രേപ്സ് ഇഷ്ടമല്ല. എക്ക് എന്ത് ഇഷ്ടമല്ല? ഗ്രേപ്സ് ഇഷ്ടമല്ല. ഓക്കെ, അത് എഴുതി നമ്മൾ ക്രോസ് ചെയ്തു. ദി വൺ ഹു പർച്ചേസസ് ബനാന ഗോസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഓഫ് ഇ. എന്താ പറഞ്ഞേക്കുന്നത്? ഇക്ക് തൊട്ട് ശേഷമാണ് ബനാന പർച്ചേസ് ചെയ്ത ആള്. ദാറ്റ് മീൻസ് ഇയും ബനാനയും എന്തായിരിക്കണം? ഒരുമിച്ച് വരണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനിവിടെ എഴുതിയിരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് ആൽഫബറ്റ്സിനെ എല്ലാം ഒരു പൊസിഷനിലും അവർ വാങ്ങിച്ച ഐറ്റത്തിനെ രണ്ടാമത്തെ പൊസിഷനിലും ആണ് കൊടുത്തേക്കുന്നത്. ഇത് മെർജ് ചെയ്ത്, അതായത് മിക്സ് ചെയ്ത് കൊടുക്കരുത്, നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ആകും. ആൻഡ് ലാസ്റ്റ് കണ്ടീഷൻ, എഫ് പർച്ചേസസ് ഓറഞ്ച്. ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എഫ് എന്താണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? എഫ് ഓറഞ്ച് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അത് ഓൾറെഡി നമുക്ക് ഇവിടെ ഓറഞ്ച് ഉണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതിയാൽ മതി, വേറെ കണ്ടീഷൻ എഴുതി സമയം കളയേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇനി ബാക്കിയുള്ള കണ്ടീഷൻസ്, നമ്മൾ എഴുതിയ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് അതൊക്കെ ഒന്ന് മെർജ് ചെയ്താലോ. ഇവിടെ വേണ്ട, ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു, ഇത് ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഓൾസോ ഇനി നമുക്ക് വേണ്ട ഇതാണ് കൊടുക്കാനുള്ളത്. ശ്രദ്ധിക്കുക, എ ഒരു ഗ്യാപ്പിൽ ഡേറ്റ്സ്. ശ്രദ്ധിച്ചേ, ഇവിടെയാണ് എ ഞാൻ കൊടുക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, എ ഒരു ഗ്യാപ്പിൽ ഡേറ്റ്സ് ഞാൻ ഇവിടെ കൊടുത്താൽ ഇയും ബനാനയും കൊടുക്കാൻ സ്ഥലമുണ്ടോ? യെസ്, ഇ ഇവിടെ കൊടുക്കാം, ബനാന ഇവിടെ കൊടുക്കാം. അതല്ലാതെ എ ഇവിടെ കൊടുത്ത ഒരു ഗ്യാപ്പിൽ എനിക്ക് ഡേറ്റ്സ് ഇവിടെ കൊടുക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല, ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ. നമുക്ക് ഉറപ്പായിട്ടും പറയാം എ ഇവിടെ വരും, എ ഒരു ഗ്യാപ്പിൽ ഡേറ്റ്സ് ഇവിടെ വരും. അല്ലാതെ വേറെ പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. കാരണം എ ഞാൻ ഇവിടെ കൊടുത്താൽ ഒരു ഗ്യാപ്പിൽ എനിക്ക് ഇവിടെ ഡേറ്റ്സ് കൊടുക്കാൻ പറ്റില്ല. സോ there is only one possibility. സിംഗിൾ പോസിബിലിറ്റി ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇനി ആകെ മിച്ചമുള്ളത് ഏതാണ്? ഇക്ക് തൊട്ട് താഴെ ബനാന വരണം. അത് കൊടുക്കാൻ എനിക്ക് ആകെ വേണ്ട ഇ ഇവിടെ, അതിന് തൊട്ട് താഴെ ബനാന ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. ഇനി മിച്ചം വന്ന ആൽഫബറ്റ് ഏതാ? മിച്ചം വന്ന ആൽഫബറ്റ് എ ബി സി ഇവിടെ കൊടുക്കുക. ആൻഡ് ഓൾസോ ഇവിടെ എഫിന്റെ കാര്യം നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ബനാനയാണ് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എക്ക് എന്ത് ഇഷ്ടമല്ല? ഗ്രേപ്സ് ഇഷ്ടമല്ല. കാരണം ഓൾറെഡി നമുക്ക് ഇവിടെ എന്തുണ്ട്? 2 ഫ്രൂട്ട്സിനെ കൊടുക്കാനുണ്ട്. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്ക് എന്ത് ഇഷ്ടമല്ല? ഗ്രേപ്സ് ഇഷ്ടമല്ല. എങ്കിൽ പിന്നെ ഇവിടെ മിച്ചം കൊടുക്കാൻ ആകെ 2 പൊസിഷനേ ഉള്ളൂ. എക്ക് ഗ്രേപ്സ് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഗ്രേപ്സ് ആർക്കായിരിക്കും ഇഷ്ടം? ഉറപ്പായിട്ടും അതാരായിരിക്കും? ബി ആയിരിക്കും. മിച്ചം വന്ന അടുത്ത ഫ്രൂട്ട് ഏതാ? മാംഗോ. അപ്പൊ എക്ക് ഇഷ്ടമുള്ളത് ഏതാണ്? മാംഗോ. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് 2 വേരിയബിൾ ക്വസ്റ്റ്യൻ. ഇതിപ്പം നമ്പർ ഓഫ് പേഴ്സൺസ് കുറവാണ്, 6 ആണ്. ചിലപ്പോൾ നമുക്ക് 8 പേഴ്സൺസിന്റെ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരിക. ഇവിടെ എന്താ സബ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഹൂ പർച്ചേസ് ഡേറ്റ്സ്. ഡേറ്റ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഏത് പേഴ്സൺ ആണ് ഡേറ്റ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നതെന്നാണ്. നോക്കിക്കേ, ഇവിടെ ഡേറ്റ്സ് പർച്ചേസ് ചെയ്തത് ആരാ? ഇ എന്ന് പറയുന്ന പേഴ്സൺ ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇന്നത്തെ നമ്മളുടെ ആദ്യത്തെ ക്ലാസ്സിലെ 2 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രാക്ടീസ്. ഓരോ ടൈപ്പും ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ കണ്ടിന്യൂ ക്ലാസ്സിൽ വരിക. ഓരോ ടൈപ്പിന്റെയും ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അത് 1 വേരിയബിളും 2 വേരിയബിളും ചെയ്യുന്നുണ്ടാകും. അത് നന്നായിട്ട് മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്.